നിലമ്പൂർ നഗരസഭയിലെ ജീവാമൃതം പരിരക്ഷ പാലിയേറ്റീവ് കെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി 2025 ജനുവരി 1 മുതൽ 15 വരെ നഗരസഭയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പാലിയേറ്റീവ് ബോധവൽക്കരണവും ധനസമാഹരണവും നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അറിയിച്ചു. കഴിഞ്ഞ വർഷവും നിലമ്പൂർ മുനിസിപ്പാലിറ്റി പാലിയേറ്റീവ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ നമ്മുടെ മക്കളുടെ കയ്യിൽ ഒരു കവറ് കൊടുത്തിരുന്നു. അത്തരത്തിലുള്ള ഫണ്ട് സമാഹരണത്തിലൂടെയാണ് മുനിസിപ്പാലിറ്റി ഈ പാലിയേറ്റീവ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ പ്രവർത്തനത്തിന് ശേഷം നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനം 2 യൂണിറ്റായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് 4000 രൂപ വെച്ച് മാസവും എല്ലാ മാസവും ഇപ്പോൾ മുനിസിപ്പാലിറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്രായം ചെന്നവർക്ക് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നമ്മളൊരു ജെറിയാട്രിക് വാർഡ് ഈ ആഴ്ച തന്നെ ബഹുമാന്യനായ മന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള രോഗികൾക്ക്, ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് വേണ്ട സാമഗ്രികൾ, വാക്കറായാലും ബെഡാണെങ്കിലും അതുപോലെ തന്നെ വീൽ ചെയർ ആണെങ്കിലും അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെ കൊടുക്കാൻ വേണ്ട സജ്ജീകരണമാണ് മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുള്ളത്. പാലിയേറ്റീവ് കെയർ കമ്മിറ്റി നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനാണ് ധനസമാഹരണം. പരിരക്ഷാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തത് 3375 രോഗികളാണ്. ഇതിൽ 333 രോഗികൾ വീടിനുള്ളിൽ തന്നെ കഴിയുന്ന രോഗികളും 265 രോഗികൾ പൂർണ്ണമായും കിടപ്പിലായവരുമാണ്. ഇവരെ വീട്ടിലെത്തി പരിചരിക്കുന്നതിന് 2 ഹോം കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഡോക്ടർമാരും പാലിയേറ്റീവ് നഴ്സുമാരും പാലിയേറ്റീവ് വളണ്ടിയർമാരും ഇതിന് നേതൃത്വം നൽകുന്നു. ഇവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ ആശുപത്രിയിൽ നൽകുന്നുണ്ടെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിൽ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ, ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത ഡയാലിസിസ് രോഗികൾക്ക് മാസം 4000 രൂപയുടെ ധനസഹായം, ക്യാൻസർ രോഗികൾക്ക് റീഹാബിലിറ്റേഷൻ സെന്റർ, രോഗികൾക്കായി എല്ലാ ആരോഗ്യ ഉപകരണങ്ങളും താൽക്കാലിക ആവശ്യത്തിന് വിതരണം ചെയ്തു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.